ഹലോ, ഞാൻ രാജീവ്. വെൽക്കം ടു ഐ സ്റ്റുഡിയോ ഓൺലൈൻ. ഇന്ന് നമ്മൾ സാധാരണ ചെയ്യാത്ത രീതിയിലുള്ളൊരു ട്യൂട്ടോറിയലാണ്. നമ്മൾ കൂടുതലും ലൈറ്റ് റൂം ട്യൂട്ടോറിയൽസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായി ഒരു ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലാണ്. ഞാൻ ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽസ് അധികം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിപ്പോൾ ഈ ട്യൂട്ടോറിയൽ ചെയ്യാനുള്ള ഒരു കാരണം, ലൈറ്റ് റൂമിൽ ഷാർപ്പനിങ് ടൂൾ അത്ര നല്ല ഒരു ടൂളായിട്ട് എനിക്ക് തോന്നിയില്ല. അതിന് ലൈറ്റ് റൂമിൽ നമുക്കങ്ങനെ നല്ല രീതിയിൽ ഷാർപ്പൻ ചെയ്യാൻ സാധിക്കാഞ്ഞത് കൊണ്ടാണ് പിന്നീട് ഫോട്ടോഷോപ്പിലേക്ക് മാറിയത്. അപ്പോൾ ഫോട്ടോഷോപ്പിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് ഷാർപ്പൻ ചെയ്യാനായിട്ട്. ഫസ്റ്റ് ടൈം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഇച്ചിരി കോംപ്ലക്സ് ആയിട്ട് തോന്നുമെങ്കിലും ഒരു 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്നോട് ചോദിക്കരുത്. കാരണം ഞാൻ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഫോട്ടോഷോപ്പിൽ ഒരു എക്സ്പേർട്ടൊന്നും അല്ല. അപ്പോൾ ഞാനതിൻ്റെ സ്റ്റെപ്സ് മാത്രം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ വീഡിയോയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഷാർപ്പൻ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മെത്തേഡ് ഇതാണെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഫോളോ ചെയ്യുന്ന 2 ചാനലുകളുണ്ട്. ഒന്ന് PH ലേൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ചാനലാണ്. പിന്നെ രണ്ടാമത് പിക്സ് ഇംപെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അതൊരു ഇന്ത്യൻ ചാനലാണ്, പക്ഷേ ഇംഗ്ലീഷാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ മനസ്സിലാവും. പക്ഷേ PH ലേണിനെക്കാട്ടും കുറച്ച് നല്ല രീതിയിൽ ടെക്നിക്കൽ കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കുന്ന ഒരു ചാനലാണ് പിക്സ് ഇംപെർഫെക്റ്റ്. അപ്പോൾ എന്തായാലും 2 ചാനലുകളും നോക്കുക. ഈ ടെക്നിക്സ് അവരും അപ്ലോഡ് ചെയ്തുണ്ടായിരിക്കണം. എന്തായാലും ഞാൻ ജസ്റ്റ് ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന രീതിയിൽ ഈ ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽ ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഫോട്ടോഷോപ്പിൽ ബെസ്റ്റ് മെത്തേഡ് ഇതാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഈ ഫോട്ടോ ഞാൻ ഓൾറെഡി ഫോട്ടോഷോപ്പിൽ ലൈറ്റ് റൂമിൽ ഫസ്റ്റ് ആദ്യം എഡിറ്റ് ചെയ്തിട്ട് ഫോട്ടോഷോപ്പിൽ ഷാർപ്പനിങ്ങിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. അപ്പോഴും നമുക്ക് ഈ ഫോട്ടോയിലൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ ഫോക്കസ് അത്ര കറക്റ്റ് അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം. നമ്മൾ അധികം സൂം ചെയ്ത് നോക്കാതെ ഇരുന്നാലും നമുക്ക് ചിത്രം ഫോക്കസിലാണെന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മൾ ഫേസിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കിയാൽ, ഇവരുടെ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കിയാൽ ചിത്രം അത്ര ഷാർപ്പല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാൻ എന്തായാലും ഇത് ഓൾറെഡി ഷാർപ്പൻ ചെയ്തതാണ്. അപ്പോൾ ആ ഷാർപ്പൻ ചെയ്ത് കഴിയുമ്പോഴുള്ള എഫക്റ്റ് ഞാനൊന്ന് കാണിക്കാം. അതിനുശേഷം ഇത് എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പം ഷാർപ്പനിങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഹൈ പാസ് ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു ഫിൽട്ടർ യൂസ് ചെയ്താണ് നമ്മൾ ഷാർപ്പൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഷാർപ്പനിങ് ഇല്ലെങ്കിൽ ചിത്രം ഇങ്ങനെയാണ്. ഹൈ പാസ് ഫിൽട്ടർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും നല്ലൊരു ഷാർപ്പനിങ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ നമുക്കത് ചെയ്യാമെന്ന് നോക്കാം. അതുകൊണ്ട് ഞാൻ ഹൈ പാസ് ഫിൽട്ടർ അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു ലെയർ ഡിലീറ്റ് ചെയ്യുകയാണ്. ലെയേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ലെയേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ഒരു ആളും ഞാനല്ല. എങ്കിലും നിങ്ങൾ വേറൊന്നും ചെയ്തില്ലെങ്കിലും ലൈറ്റ് റൂമിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, കളർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അതൊക്കെ നമുക്ക് ലൈറ്റ് റൂമിൽ ചെയ്യാം. അതിനുശേഷം ഷാർപ്പൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവരിക. സ്റ്റെപ്സ് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ലെയർ ഡിലീറ്റ് ചെയ്യുകയാണ്, ഷാർപ്പൻ ചെയ്തിരിക്കുന്ന ലെയർ. അപ്പോൾ ഈ ചിത്രം ഷാർപ്പൻ ചെയ്യാത്ത ഒരു ചിത്രമാണ്. ഒരു 4 സ്റ്റെപ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളിതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഷാർപ്പനിങ് മാത്രം ചെയ്യാനാണെങ്കിൽ. ഞാൻ ആ ലെയർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഫോട്ടോഷോപ്പിൽ നിങ്ങളിപ്പോൾ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലെങ്കിൽ, ലെയേഴ്സിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഓൾറെഡി കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫോട്ടോഷോപ്പിൽ ചെയ്തിരിക്കുന്നത് സ്കിൻ റീടച്ചിങ്ങും അതുപോലെ ചെറിയൊരു സോളിഡ് കളർ ലെയറും ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു നല്ലൊരു ലുക്ക് കിട്ടാനായിട്ട് ചിത്രത്തിന്. അതുപോലെ സ്കിൻ റീടച്ചിങ് എനിക്ക് തോന്നുന്നു ലൈറ്റ് റൂമിനെക്കാട്ടും നല്ലത് ഫോട്ടോഷോപ്പിൽ തന്നെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നത് ഇതുവരെ ചെയ്തിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഒരു ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്താണ് ഞാനത് ചെയ്യുന്നത്. Alt Ctrl Shift E എന്ന് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ Alt Ctrl Shift E എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ലെയർ ഇവിടെ ക്രിയേറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഈ ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ താഴെയുള്ള എല്ലാ ലെയറുകളിലും വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലെയറാണ്. നമുക്ക് ഫോട്ടോയിൽ മാറ്റങ്ങളൊന്നും കാണാൻ സാധിക്കത്തില്ല ഈ ലെയറിൽ. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ യാതൊരു വിധമായ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്തിട്ടില്ലാത്ത ഒരു ഫോട്ടോയാണ് ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ, ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളെങ്കിൽ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മാത്രം മതി. അപ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് Ctrl Alt Shift E എന്ന് പ്രസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ കീബോർഡിൽ. ഓക്കെ, അപ്പോൾ ലെയർ 2 എന്ന് പറയുന്ന ഒരു പുതിയ ലെയറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെയർ റീനെയിം ചെയ്യാം.
ലെയർ റീനെയിം ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ്. ഫോട്ടോഷോപ്പിൽ ഒത്തിരി ലെയേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. ഞാൻ ഫോട്ടോഷോപ്പ് അധികം യൂസ് ചെയ്യാറില്ല. ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഷാർപ്പനിങ്, സ്കിൻ റീടച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ ഈ ലെയർ 2 എന്നതിൽ ഒന്ന് നമ്മുടെ മൗസ് കൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് നെയിം ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ കിട്ടും. ഞാനത് എന്തായാലും ഷാർപ്പനിങ് എന്നാക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഒരു പുതിയ ലെയർ ഉണ്ടാക്കി മുൻപ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു ലെയർ Ctrl+Alt+Shift+E ഉപയോഗിച്ച് യാതൊരു വിധമായ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാത്ത പുതിയൊരു ഫോട്ടോ ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് കോപ്പി ചെയ്യാനാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്ന് പറഞ്ഞൊരു ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നമുക്കൊരു ഓപ്ഷൻ കിട്ടും. ഡ്യൂപ്ലിക്കേറ്റ് ലെയറിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയൊരു ബാക്ക്ഗ്രൗണ്ട് ലെയറിൻ്റെ ഒരു കോപ്പി അതിൻ്റെ മുകളിൽ കിട്ടും. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തേണ്ടത് ആ പുതിയ കോപ്പിയിലാണ്. വേറെയും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്തിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇതുപോലൊരു ലെയർ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഏത് ലെയറിലാണോ വർക്ക് ചെയ്യുന്നത് ആ ലെയർ എപ്പോഴും സെലക്റ്റഡ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഷാർപ്പനിങ് ചെയ്യേണ്ടത് വീണ്ടും നമ്മൾ ആ ഒരു സ്റ്റെപ്പ് മാത്രം ചെയ്തിട്ടില്ല, പുതിയൊരു ലെയർ ഉണ്ടാക്കി ഞാനത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഷാർപ്പനിങ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ Ctrl+Shift+U പ്രസ് ചെയ്യുക. Ctrl+Shift+U പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിത്രം ഡീസാച്ചുറേറ്റഡ് ആയി മാറും. ഡീസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ചിത്രത്തിലെ കളറെല്ലാം മാറി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിട്ട് മാറും. അപ്പോൾ Ctrl+Shift+U. ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ നേരെ ഫിൽട്ടർ എന്ന് പറയുന്ന ഓപ്ഷനിൽ വരിക. ഫിൽട്ടറിൽ വന്നു കഴിഞ്ഞിട്ട് അതർ എന്ന് പറയുന്നൊരു ഫിൽട്ടറിലെ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നമുക്ക് അതർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കിട്ടും. അതിൽ ഹൈ പാസ് ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കിട്ടും. ഓക്കെ, അപ്പോൾ ഹൈ പാസ് ഫിൽട്ടറിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പുതിയൊരു വിൻഡോ നമുക്ക് ഓപ്പൺ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഷാർപ്പനിങ് വരുത്തണമെങ്കിൽ ഈ സ്ലൈഡർ ജസ്റ്റ് മൂവ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സ്ലൈഡർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഷാർപ്പനിങ്ങിൻ്റെ ക്വാണ്ടിറ്റി എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ അധികം ഷാർപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ ചിത്രം ബോറായി തീരും. നമ്മൾ ചിത്രം അധികം ഷാർപ്പൻ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. എങ്കിലും നമുക്ക് ഇച്ചിരി കുറച്ച് ഷാർപ്പനിങ് കൂടിപ്പോയാൽ കുറയ്ക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയ തോതിൽ ഷാർപ്പനിങ് കൂട്ടിയാണ്, മീൻസ് നോർമലി ഞാൻ ചെയ്യുന്നതൊരു 5 to 6 റേഡിയസ് ആണ് വെക്കുന്നത്. ഓക്കെ, എന്തായാലും ഒരു 8 റേഡിയസിൽ 7.6 റേഡിയസിൽ ഞാൻ വെച്ചുകൊണ്ട് ഓക്കെ പ്രസ് ചെയ്യുകയാണ് ഹൈ പാസ് ഫിൽട്ടർ. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ചിത്രമാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ മാറ്റം വരുത്തണമെങ്കിൽ, അതായത് ഈ ചിത്രം നമ്മുടെ നോർമൽ ചിത്രം പോലെ ആക്കണമെങ്കിൽ നമ്മുടെ ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് മുകളിൽ നമുക്ക് ഇങ്ങനൊരു ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്. ഒപ്പാസിറ്റി, നോർമൽ എന്ന് പറയുന്ന ഒരു ബാറുണ്ട്. അപ്പോൾ അതിൽ നോർമൽ എന്ന് പറയുന്ന ആ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ലോങ് ഡ്രോപ്പ് ഡൗൺ മെനു കിട്ടും. ഓക്കെ, ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നമ്മൾ ഓവർലേ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഓവർലേ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പഴയ ചിത്രം എങ്ങനെയാണ് ഇരുന്നത് അത് ഷാർപ്പൻ ചെയ്ത് കിട്ടും. ഓക്കെ, ഞാനപ്പോൾ ഈ ചിത്രം ഒന്ന് സൂം ഔട്ട് ചെയ്യുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ലെയറിലാണ് നമ്മൾ ഷാർപ്പനിങ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ലെയറിലൊന്നും ഈ ഷാർപ്പനിങ് അപ്ലൈ ആയിട്ടില്ല. അപ്പോൾ ഈ ലെയർ മാത്രം നമ്മളൊന്ന് ഹൈഡ് ചെയ്താൽ, അപ്പം ഈ ലെയർ ഇൻവിസിബിൾ ആക്കണമെങ്കിൽ ഈ ലെയറിൻ്റെ എഫക്റ്റ് ചിത്രത്തിൽ നിന്ന് മാറ്റണമെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ അടുത്ത് കാണുന്ന കണ്ണ് പോലുള്ള ബട്ടണിൽ പ്രസ് ചെയ്താൽ കണ്ണിൻ്റെ ആ ഒരു ഇമേജ് അവിടെ നിന്ന് മാറും. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ വിസിബിലിറ്റി മാറിയെന്നാണ്. നമ്മൾ ഒന്നും കൂടെ ഈ ലെയർ വിസിബിൾ ആക്കിയാൽ നമുക്ക് കാണാം ഷാർപ്പനിങ് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചിത്രം ആവശ്യത്തിലധികം ഷാർപ്പൻ ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ആ ഷാർപ്പനിങ് ഇച്ചിരി കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഒപ്പാസിറ്റി ചെറുതായി ഒന്ന് കുറച്ചാൽ മാത്രം മതി. ഒപ്പാസിറ്റി ഇപ്പോൾ 100% ആണ്. ചെറുതായി കുറച്ചിട്ട് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്ന് നോക്കുക. അതിനനുസരിച്ച് ഒപ്പാസിറ്റി കുറയ്ക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഒപ്പാസിറ്റി 69%ലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ ലെയർ കൊണ്ടുവന്നിരിക്കുന്ന വ്യത്യാസം, ഷാർപ്പനിങ്ങിലെ വ്യത്യാസം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഫോട്ടോഷോപ്പിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഷാർപ്പനിങ് മെത്തേഡ്സ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ മെത്തേഡാണ്. അപ്പോൾ എന്തായാലും ഈ മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ
ഇതിൻ്റെ കൂടെ ചെറിയൊരു കാര്യം കൂടി, നിങ്ങൾക്ക് ഈ ചിത്രം പൂർണ്ണമായിട്ടും ഷാർപ്പൺ ചെയ്യേണ്ട എങ്കിൽ, അതായത് ചിത്രത്തിലെ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം ഷാർപ്പൺ ചെയ്താൽ മതി. ഉദാഹരണത്തിന് ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ രണ്ടുപേരുടെയും കണ്ണുകൾ മാത്രം നമുക്ക് ഷാർപ്പൺ ചെയ്താൽ മതിയെങ്കിൽ എന്ത് ചെയ്യാം എന്നും കൂടെ പറയാം. അപ്പോൾ ഈ ലെയറിന് ഒരു ലെയർ മാസ്ക് ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഈ ലെയർ മാസ്ക് മുതലായ കാര്യങ്ങൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ ഈ ചാനലുകൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഈ സിമ്പിളായിട്ട് ഷാർപ്പനിങ്ങിന് നിങ്ങൾ ഈ സ്റ്റെപ്സ് മാത്രം ഫോളോ ചെയ്താൽ മതി. ഈ ലെയർ മാസ്ക് അപ്ലൈ ചെയ്യാനായിട്ട് താഴെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്. ഓക്കെ, ആ മെനുവിൽ രണ്ടാമത്തെ FX എന്ന് എഴുതിയതിന് തൊട്ടപ്പുറത്തുള്ള ഐക്കണിൽ പ്രസ് ചെയ്താൽ ഈ ലെയറിനൊരു ലെയർ മാസ്ക് വരും. അപ്പോൾ ഈ ലെയർ മാസ്ക് വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്. ഓക്കെ, വൈറ്റ് കളറിൽ ലെയർ മാസ്ക് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു സീ ത്രൂ ആണ്. അതായത് യാതൊരു മാറ്റവും ഈ മാസ്ക് വരുത്തുന്നില്ല. അതായത് ഒരു മാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു മുഖം മൂടി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ട്രാൻസ്പെറൻറ്റ് മുഖം മൂടിയാണ് ഈ വൈറ്റ് കളറിൽ നമുക്കിരിക്കുന്നത്. അതായത് അകത്തുള്ള കാര്യങ്ങളെല്ലാം ഈ മുഖം മൂടി വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ മുഖം മൂടിക്കകത്ത് കൂടെ കാണാൻ സാധിക്കും. അപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആണ് നമ്മുടെ ഈ മാസ്ക്. അപ്പോൾ ഈ മാസ്ക് നമുക്ക് ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ഒരു മാസ്ക് ആക്കണം. അതിന് ചെയ്യേണ്ടത് ഈ മാസ്ക് ബ്ലാക്ക് മാസ്ക് ആക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് Ctrl+I പ്രസ് ചെയ്യുകയാണ്. Ctrl+I പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാസ്ക് ഇൻവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ബ്ലാക്ക് മാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ലെയറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ മുഴുവൻ ഈ മാസ്ക് കൊണ്ട് നമ്മൾ മറച്ചിരിക്കുകയാണ്. നമ്മൾ മുഖത്തൊരു മാസ്ക് വെക്കുന്നത് തന്നെ ഉദ്ദേശിച്ചാൽ മതി. ഈ വൈറ്റ് മാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്പെറൻറ്റ് മാസ്ക് ആണെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ മുഖമെല്ലാം അതിനകത്ത് കൂടെ പുറത്ത് കാണാം. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ ഒരു ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ മുഖം കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബ്ലാക്ക് പെയിൻറ്റ് ഇതിന് മുകളിലൂടെ വരുത്താനായിട്ട് ഫോട്ടോഷോപ്പിൽ ചെയ്യുന്നത് Ctrl+I ആണ്. Ctrl+I വരുമ്പോൾ ഒരു ബ്ലാക്ക് മാസ്ക് ആയിട്ട് ഇത് മാറുകയാണ്. അപ്പോൾ ഈ ബ്ലാക്ക് മാസ്കിൽ നമുക്ക് ഇവരുടെ കണ്ണിരിക്കുന്ന ഭാഗങ്ങൾ മാത്രം ഷാർപ്പൻ ആക്കണം. ഷാർപ്പൻ നമ്മൾ ഓൾറെഡി ഇതിനടിയിൽ അപ്ലൈ ചെയ്തിരിപ്പുണ്ട്, പക്ഷേ നമുക്കത് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത് ഈ പ്രത്യേക ഭാഗങ്ങളിലെ എഫക്റ്റ് മാത്രം നമുക്ക് കാണണമെങ്കിൽ ചെയ്യേണ്ട കാര്യം, ഇപ്പം നമ്മളിത് ഓൾറെഡി കറുത്ത മാസ്ക് ആക്കി, കറുത്ത മാസ്കിൽ നമുക്ക് കാണേണ്ട ഭാഗങ്ങൾ മാത്രം വെളുപ്പിച്ചാൽ മതി. ഓക്കെ, ഞാനത് സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമ്മൾ ബ്രഷ് ടൂൾ എടുക്കുക. ലെഫ്റ്റ് സൈഡിലുള്ള മെനുവിൽ ബ്രഷ് ടൂൾ നമുക്ക് കാണാൻ സാധിക്കും. ബ്രഷ് ടൂളിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. നമുക്ക് വേണ്ടത് വൈറ്റ് കളർ കൊണ്ട് ബ്രഷ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിന് മുകളിൽ ഇങ്ങനെ ഒരു വളഞ്ഞിരിക്കുന്ന ആരോ ഉണ്ട്, അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് സെലക്ട് ആവും. ഓക്കെ, നമുക്കിപ്പോൾ ഇങ്ങനൊരു ബ്ലാക്കും വൈറ്റും അല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് മുകളിൽ കാണുന്ന ചെറിയൊരു ഐക്കൺ ഉണ്ട്, അതിൽ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റുമായിട്ട് മാറും. ബ്ലാക്ക് ആണ് ആദ്യം ഇരിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഈ ആരോയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് ഫ്രണ്ടിൽ വരും. നമ്മളപ്പോൾ വൈറ്റ് സെലക്ട് ചെയ്യുക. വൈറ്റ് സെലക്ട് ചെയ്തിട്ട് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്ത് നമ്മൾ എപ്പോഴും എന്ത് മാറ്റങ്ങൾ വരുത്തിയാലും ഈ ലെയറിലാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നത് എന്ന് ഉറപ്പാക്കാനായിട്ട് ഇത് സെലക്ട് ആയിട്ട് തന്നെ ഇരിക്കണം. ഇത് സെലക്ട് ആയിട്ടല്ലെങ്കിൽ മാറ്റങ്ങൾ വേറെ ലെയറിലായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വർക്കാകത്തില്ല. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ലെയർ സെലക്ട് ആയിട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ വൈറ്റ് ബ്രഷ് എടുത്തു. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒപ്പാസിറ്റി 100% ആണെങ്കിൽ നല്ലത് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമ്പോൾ. പക്ഷേ വേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഒപ്പാസിറ്റിയും ഫ്ലോയും ഒക്കെ മാറ്റേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും ഫ്ലോയും ഞാൻ 100%ലേക്ക് ആക്കുകയാണ്. ഓക്കെ, ഫ്ലോയും ഒപ്പാസിറ്റിയും 100% ആക്കി കഴിഞ്ഞാൽ കണ്ണിൻ്റെ അവിടെ മാത്രം ചെറുതായിട്ട് ബ്രഷ് ചെയ്താൽ ഓക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ണിൻ്റെ ഭാഗം മാത്രം ഷാർപ്പായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ലെയർ ഒന്നും കൂടെ നമ്മൾ ഇൻവിസിബിൾ ആക്കിയാൽ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ ബ്ലാക്ക് മാസ്കിൽ രണ്ട് വെളുത്ത പൊട്ടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ആ ബ്ലാക്ക് ഭാഗം മാറ്റി, അല്ലെങ്കിൽ നമ്മളൊരു മുഖത്ത് മാസ്ക് വെച്ച് കഴിഞ്ഞാൽ ആ കറുത്ത ഭാഗം ചുരണ്ടി മാറ്റുന്ന പോലെ രണ്ട് ഏരിയ കണ്ണിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തെ മാസ്കിലെ നമ്മുടെ കണ്ണിൻ്റെ ഭാഗം മാത്രം ഒന്ന് നമുക്ക് വിസിബിളായിട്ട് കൊണ്ടുവരണം. അതായത് നമുക്ക് അകത്തിരിക്കുന്ന ആൾക്കും പുറത്തുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ ആ ഭാഗത്തെ ബ്ലാക്ക് കളർ മാത്രം ചുരണ്ടി മാറ്റുന്ന പോലെ
ഇതിൽ ബ്രഷ് യൂസ് ചെയ്ത് വൈറ്റ് കളറ് പെയിൻറ്റ് ചെയ്യുന്നു. നമുക്കിപ്പോൾ ലിപ്സും കൂടെ ഒന്ന് ഷാർപ്പാക്കണമെങ്കിൽ ലിപ്സിൻ്റെ അവിടെ ബ്രഷ് വെച്ച് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം മാത്രം ഷാർപ്പാകും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മുഴുവൻ ഷാർപ്പൻ ചെയ്യേണ്ട, അതായത് ചിത്രം മുഴുവനായിട്ടാണ് ഷാർപ്പൻ ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ഇങ്ങനൊരു മാസ്ക് യൂസ് ചെയ്യേണ്ട, ജസ്റ്റ് ഈ ഒരു ലെയർ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഈ ഷാർപ്പനിങ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.